പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ഏപ്രിൽ മാസം 24 ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവ് കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി, നമ്മളെ എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് സൂക്ഷിച്ചത്. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ എത്ര ശ്രേഷ്ഠമായിട്ട് കർത്താവ് നമ്മളെ പരിപാലിച്ചു. എത്ര സ്തോത്രം പറഞ്ഞാലും മതി വരികയില്ല. ആ കൈകളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തിയതോർത്ത് എല്ലാവരും ഒരുമിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. അതുപോലെ രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? കർത്താവിൻ്റെ കൃപയല്ലേ? നമ്മളെപ്പോലെ കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചിട്ട് ഉറങ്ങാൻ കഴിയാതെ എത്ര പേരുണ്ടെന്നറിയാമോ? വേദനകൾ കൊണ്ട് പൊളയുന്നവർ, മനസ്സ് നിരാശപ്പെട്ടിരിക്കുന്നവർ, ഭയം കൊണ്ട് നിൽക്കുന്നവർ. എന്നാൽ അതിൻ്റെ നടുവിൽ കർത്താവ് നമുക്ക് സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിഞ്ഞ രാത്രി കൃപ തന്നപ്പോൾ കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം. സ്വസ്ഥമായ ഉറക്കം തന്നതിന് സ്തോത്രം 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 കർത്താവേ. അതുമാത്രമല്ല, ഈ പ്രഭാതത്തിൽ നമ്മളെ ആരോഗ്യത്തോട് ഉണർത്തിയില്ല. എത്ര പേർ ഉണർന്നു? അതുകൊണ്ടാണ് പറഞ്ഞത്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഞാൻ ജീവനോടിരിക്കുന്ന കാലം മുഴുവൻ കർത്താവിനെ സ്തുതിക്കും. ഇന്ന് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിന് ആ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് സ്തോത്രം പറ. കർത്താവെ, അങ്ങ എന്നെ ഉണർത്തിയത്, അങ്ങ എന്നെ എഴുന്നേൽപ്പിച്ചത്, ബെഡിൽ നിന്നും താങ്ങി എഴുന്നേൽപ്പിച്ചത് അങ്ങ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവ് എന്നെ നടത്തും. ഹല്ലേലൂയ. കർത്താവ് എന്നെ പുലർത്തും. ഹല്ലേലൂയ. അവൻ എൻ്റെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കും. നന്ദിയോടെ സ്തോത്രം പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിൻ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ യഹോവ ഈരയായി അങ്ങ് ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. യഹോവ റാഫയായി ഇന്ന് പകൽക്കാലം കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. ഓ ഹല്ലേലൂയ. യഹോവ എൽ ശദ്ദായി സർവശക്തനായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ആമേൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സങ്കീർത്തനക്കാരൻ ആമേൻ സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. 149 അധ്യായം 1 വാക്യം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ കർത്താവിന് സ്തുതിയും പാടുവിൻ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന് പുതിയ പാട്ട് പാടുക. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുക. എവിടൊക്കെ ദൈവത്തെ സ്തുതിക്കാമോ അവിടെ എല്ലാം കർത്താവിന് സ്തോത്രം പറയുക കേട്ടോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ചാട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കാൻ പോവുക. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ലോകവ്യാപകമായി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ 2023 ആമേൻ ഏപ്രിൽ മാസം 24 അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലൂടെ പുത്രനാം യേശു ക്രിസ്തു വെളിപ്പെടുന്ന പകൽക്കാലമായി മാറട്ടെ. ഞങ്ങളിലൂടെ അപ്പൻ്റെ ഹിതം നടക്കുന്ന പകൽക്കാലമായി മാറട്ടെ. ഈ ശബ്ദങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചല്ലോ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. അപ്പാ ഇന്ന് രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂട്ടമായി സൗഖ്യമാകട്ടെ. സോറിയാസിസ് മാതിരിയുള്ള സ്കിൻ ഡിസീസുകളാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നസറനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ തലയിൽ ഡാൻഡ്രഫ് വന്ന് ശരീരത്തൊക്കെ അലർജിയായി തല ചൊറിഞ്ഞ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ. പരിപൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ. കുടലിനകത്ത് ഇൻഫെക്ഷൻ വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആമേൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുടലിനകത്തുള്ള ഇൻഫെക്ഷനുകൾ മാറട്ടെ. നസറനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡിനകത്തുള്ള ഇൻഫെക്ഷനുകൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ശിരസ്സ് മുതൽ ഉള്ളങ്കാൽ വരെ സൗഖ്യം പ്രാപിക്കുക. സൗഖ്യത്തെ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവുക. അതുപോലെ കർത്താവെ, ഇതിനകത്ത് ജോലിയില്ലാത്തവരുണ്ട്, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി വഴി തുറക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. അതുപോലെ മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്ന എല്ലാവരെയും കർത്താവ് വിടുവിക്കണം. അങ്ങ് വലിയവനും വിശ്വസ്തനും വാക്കുമാറാത്ത ദൈവമാകിയാൽ സ്തോത്രം. എന്താണോ കർത്താവ് ഉദ്ദേശിക്കുന്നത് അത് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ലോകവ്യാപകമായ ഒരു ഉണർവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കണം. അങ്ങയുടെ മഹത്വം വെളിപ്പെടണം. വലിയ ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. കർത്താവ് അസാധാരണ കാര്യങ്ങളെ ചെയ്തതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വം പുകഴ്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ. ഇന്ന് വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും, കർത്താവ് അനുവദിച്ചാൽ. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായിട്ടും അതിൽ പങ്കെടുക്കണം. ഒരാൾ പോലും മീറ്റിംഗ് മിസ് ചെയ്യില്ല. ഇപ്പോഴേ തന്നെ നിങ്ങളുടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൊബൈലിനകത്ത് ഒരു റിമൈൻഡറും ഒരു അലാം സെറ്റ് ചെയ്യുക. ഇന്ത്യൻ സമയം 9:30. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട ചിലരെയൊക്കെ ഇന്നത്തെ മീറ്റിങ്ങിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. നിങ്ങൾക്ക് അനുഗ്രഹമായപ്പോൾ അവർക്കൂടെ അനുഗ്രഹമാകും. നിങ്ങളത് മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ സെൽഫിഷായി മാറുക. നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ നിങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി, നിങ്ങളുടെ ലൈഫിലും അനുഗ്രഹമാകുമെന്ന് പറഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, ആമേൻ, അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പിതാവിനോട് മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്നാണ് പറയുന്നത്. അതായത് പുരോഹിതനായ യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ ഇങ്ങനൊരു പദം പറഞ്ഞു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല പിതാവേ. യേശു ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികർ അല്ല, അല്ലെങ്കിൽ ഇവർ ഈ ലോകത്തിൽ നിന്നുള്ളവരല്ല. ആമേൻ. നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യമാകട്ടെ, ദൈവമക്കളായ നമ്മളെക്കുറിച്ച് പറയുക, നമ്മൾ ഈ ലോകത്തിൽ നിന്നുള്ളവരല്ല, ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കുവാനുള്ളവരല്ല, ഈ ലോകത്തെ സ്നേഹിച്ച് ജീവിക്കുവാനുള്ളവരല്ല. നമ്മൾ ഈ ലോകത്തിൽ പരദേശികളാകുന്നു. അതുകൊണ്ട് ഈ ലോകത്തോടൊരിക്കലും നമ്മൾ അനുരൂപപ്പെടുവാനോ, ഈ ലോകത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോകുവാനോ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ സെറ്റിലാകുവാനോ ഒരിക്കലും ആഗ്രഹിക്കരുത്. നമ്മളൊരു യാത്രക്കാരാണ്. നമ്മൾ സിയോൻ യാത്രക്കാരാണ്. നമ്മുടെ യാത്രയുടെ മധ്യത്തിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്ക് നിത്യമായ ഒരു ഭവനം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി തീർക്കുന്നു. നമ്മുടെ യാത്ര ആ ഭവനത്തിലേക്കാണ്. പലരും പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കണക്ഷൻ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കയ്ക്ക് പോകുന്നവർ കൊച്ചിയിൽ നിന്നും പ്ലെയിനിൽ കയറി അവർ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇറങ്ങും. അവിടെ ഇറങ്ങിയിട്ട് അടുത്ത ഫ്ലൈറ്റിന് അവർ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ യൂറോപ്പിലോ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പോൾ അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒന്നിൽ അമേരിക്ക ആയിരിക്കും, അല്ലെങ്കിൽ യൂറോപ്പ് ആയിരിക്കും. ആ ഗൾഫ് രാജ്യത്തിൽ ഇറങ്ങിയത് താൽക്കാലികമായി ആ അടുത്ത ഫ്ലൈറ്റ് കയറാനുള്ള ഒരു സമയത്തേക്ക് മാത്രമാണ്. അതുകൊണ്ട് അവരവിടെ വീട് മേടിക്കാൻ ശ്രമിക്കത്തില്ല. അവരവിടെ കാര്യങ്ങൾ സെറ്റിലാക്കി മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കത്തില്ല. അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്, അവർ എവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ്. അവരുടെ ലക്ഷ്യം മുഴുവൻ അതാ. അതുകൊണ്ട് അവർ ഇടയ്ക്കിറങ്ങുന്ന രാജ്യത്തിൽ സെറ്റിലാകത്തില്ല. അവരൊരിക്കലും പറയത്തില്ല ഇതാണ് ഞങ്ങളുടെ സ്ഥലമെന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം അവർക്കറിയാം അവരുടെ ലക്ഷ്യസ്ഥാനം മറ്റൊന്നാണ്. ഇതുപോലെ ദൈവമക്കളായ ഞാനും നിങ്ങളും നമ്മുടെ ലക്ഷ്യസ്ഥാനം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യമായ ഭവനമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ താൽക്കാലിക ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. അതെപ്പോഴും ഓർത്തോണം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറഞ്ഞു, 1 യോഹന്നാൻ 2-ാം അധ്യായം പറഞ്ഞു, അതിൻ്റെ 15-ഉം 16-ഉം വാക്യത്തിൽ പറഞ്ഞു, ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്. കാരണം നമ്മൾ ഈ ഇറങ്ങിയ രാജ്യത്തെ നമ്മൾ സ്നേഹിച്ച് നിന്ന് പോയാൽ നമ്മൾ അവിടെ പെട്ടുപോകും. നമ്മൾ ചിലപ്പോൾ ഫ്ലൈറ്റ് മിസ്സായി പോയെന്നിരിക്കും. മറ്റേ ഫ്ലൈറ്റ്, അപ്പോൾ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആണല്ലോ എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുമ്പോൾ ഓർത്തോണം, മറ്റേ ഫ്ലൈറ്റ് പോകാൻ സമയമായി അവസാനം മിസ്സായി പോകാൻ സാധ്യതയാണ്. അതുകൊണ്ടാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നും അല്ല, ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. അപ്പം നമ്മളെ വിളിച്ചത് ഈ ലോകത്തിന് അനുരൂപരാകാനല്ല. ലോകത്തിൽ പല ഫാഷൻസ് വരും, പല ട്രെൻഡുകൾ വരും, പല സ്റ്റൈലുകൾ വരും, സെറ്റപ്പുകൾ വരും, പല കാര്യങ്ങൾ ലോകത്തിലുണ്ടാകും. നമ്മളെ വിളിച്ചത് ഈ ലോകത്തിലായിരിക്കുന്ന സമയം ദൈവ ഇഷ്ടം ചെയ്ത് പിതാവിനെ മഹത്വപ്പെടുത്തി പുത്രനെ വെളിപ്പെടുത്തി നമ്മൾ യാത്രക്കാരാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ യാത്ര ചെയ്യുവാനാണ് വിളിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്കിതിനകത്ത് വലിയ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകാൻ പാടില്ല. ഈ ലോകത്തിൽ നമുക്ക് വലിയ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകാൻ പാടില്ല. കാരണം ലോകത്തിലുള്ളതിലേക്ക് നമ്മൾ അറ്റാച്ച്ഡ് ആകും തോറും നമ്മൾ നമ്മുടെ നിത്യമായ ഭവനത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിനകത്ത് വലിയൊരു അറ്റാച്ച്മെൻറ്റിന് പോകരുത്. ലോകത്തിൽ 1 യോഹന്നാൻ്റെ ലേഖനം തന്നെ 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ അപ്പോസ്തലൻ എഴുതി, അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്കുകൾ. അപ്പം നമ്മൾ ലൗകികമായ കാര്യങ്ങൾ സംസാരിക്കാനല്ല ഈ ലോകത്തിൽ നിൽക്കുന്നത്. നമ്മളെ വിളിച്ചത് കിങ്ഡം കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയും കിങ്ഡത്തിൻ്റെ വർധനവിന് വേണ്ടിയും ദൈവം നമ്മളെ ലോകത്തിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൗകികന്മാർ സംസാരിക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ കാര്യങ്ങളെ, ഇത് ഇങ്ങനെയുള്ള പ്രയോജനകരമല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ സമയം
കളയരുത്. അത് ലൗകികന്മാർ സംസാരിക്കുന്നു. അവർ ലോകത്തിലുള്ളവരായതുകൊണ്ട്, അവർ ലൗകികന്മാരായതുകൊണ്ട് അവർ ലൗകികമായത് സംസാരിക്കുന്നു. അപ്പം നമ്മളിവിടെ ആയിരിക്കുമ്പോഴും എന്താ സംസാരിക്കുന്നത്? നമ്മൾ ഹെവൻലി തിങ്സ് ആണ് സംസാരിക്കേണ്ടത്. കർത്താവിൻ്റെ മടങ്ങി വരവ്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള സൗഖ്യങ്ങളെ, ആമേൻ, വീര്യപ്രവൃത്തികളെ, വിടുതലുകളെ, ആമേൻ, ദൈവിക സമാധാനം, ആമേൻ, ആമേൻ, ഉണർവ്, ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ടോപ്പിക്കുകൾ. നമ്മൾ ആരെ കണ്ടാലും നമ്മുടെ സംസാരം, ആമേൻ, ഉയരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം. നമ്മൾ ലൗകികന്മാരല്ല, അതുകൊണ്ട് നമ്മൾ ലൗകികമായത് സംസാരിക്കത്തില്ല. അതുകൊണ്ട് ലൗകികമായത് സംസാരിക്കുന്നതും ലൗകികമായത് പറയുന്നിടത്തും നമ്മൾ നിൽക്കാൻ പാടില്ല. കാരണം നമുക്ക് അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളുമായിട്ട് യാതൊരു റിലേഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കും? നമ്മൾ ഉയർപ്പിനെക്കുറിച്ച്, ഉണർവിനെക്കുറിച്ച്, കാഹളത്തെക്കുറിച്ച്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, ഹല്ലേലൂയ, ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ചിന്താ വിഷയവും നമ്മുടെ സംസാര വിഷയങ്ങൾ. കാരണം നാം ലൗകികന്മാരല്ല. ഇപ്പം ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ മലയാളം പത്രം നോക്കും, മലയാളം വാർത്തകൾ നോക്കും. കാരണം മലയാളികളായതുകൊണ്ട്. അതുപോലെ ഏത് ഭാഷക്കാരും അവരവർ ഏത് സ്ഥലത്ത് പോയാലും അവരവരുടെ ഭാഷയിലുള്ള വാർത്തകൾ കേൾക്കുവാൻ ആഗ്രഹിക്കും. കാരണം അവരുടെ നേറ്റീവ് പ്ലേസിൽ അവരുടെ ആ സ്ഥലത്തുള്ള വാർത്തകൾ അറിയാൻ വേണ്ടി. ഇതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഏത് വാർത്ത അറിയണം? ലോകത്തിലാണെങ്കിലും നമ്മൾ സ്വർഗീയ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കണം, സ്വർഗീയ പത്രം വായിച്ചുകൊണ്ടിരിക്കണം, സ്വർഗീയ കാര്യങ്ങൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ആത്മീക മണ്ഡലത്തിൽ എന്താ സംഭവിക്കുന്നത്, ഇതൊക്കെ ആയിരിക്കണം നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആരല്ല? യേശു പറഞ്ഞു, ഞാൻ അല്ലാത്തതുപോലെ ഇവരും ലൗകികന്മാരല്ല. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല, ലൗകികമായതിനെ സ്നേഹിക്കരുത്, ചിന്തിക്കരുത്, ആഗ്രഹിക്കരുത്. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കരുത്. സ്വർഗീയമായത് സംസാരിക്കുക, ഉയരത്തിലുള്ളത് ചിന്തിക്കുക, പറയുക, കാണുക, കേൾക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് കാണാം. ഇന്ത്യൻ സമയം 9:30. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. ആമേൻ. എല്ലാവർക്കും ഭയമായി മാറും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. We are permanently blessed and highly favored. God bless you. God bless you. God bless you.